ശക്തിമാനെ അറിയാത്തവർ ഉണ്ടാകില്ല അല്ലേ? 90s കിഡിന്റെ വികാരം തന്നെയായിരുന്നു ആ കഥാപാത്രവും ആ പരമ്പരയും. ആ കഥാപാത്രം വീണ്ടും എത്തുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ശക്തിമാനെ അവിസ്മരണീയമാക്കിയ മുകേഷ് ഖന്ന. തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ശക്തിമാൻ വരുന്നുവെന്ന സൂചനകൾ മുകേഷ് നൽകിയത്. അവന്റെ തിരിച്ചുവരവിന് സമയമായി എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. കൂടാതെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ടീസർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ശക്തിമാൻ വീണ്ടും എത്തുന്നു എന്ന വാർത്ത പ്രചരിച്ചു തുടങ്ങിയത്. ശക്തിമാന്റെ രണ്ടാം വരവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ശക്തിമാൻ വീണ്ടും എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തായാലും കമന്റ് ചെയ്യണേ. ശക്തിമാൻ ഞാൻ വളരെ ഭംഗിയായി ചെയ്തു. ആ കഥാപാത്രം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ്. ക്യാമറയെ പോലും മറന്നാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതാണ് അത്ര ഭംഗിയായി നിങ്ങളിലേക്ക് എത്തിയതും. വീണ്ടും ശക്തിമാനാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുകേഷ് ഖന്നയുടെ വാക്കുകളാണിത്. അത് തിരിച്ചുകൊണ്ടുവരിക എന്നത് തൻ്റെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ നിരവധി മോശം കമന്റുകളാണ് അദ്ദേഹത്തിന് നേരെ വന്നത്. ശക്തിമാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വളരെയധികം ഊർജം ആവശ്യമാണ്. പക്ഷേ മുകേഷിന് ഇപ്പോൾ വയസ്സായിരിക്കുന്നു. പഴയതുപോലെയുള്ള ഊർജമില്ല. ഇനി ശക്തിമാനായി അഭിനയിച്ചാൽ ഷോ പഴയ പോലെ ആകില്ലെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. ശക്തിമാൻ ഇപ്പോൾ വന്നാൽ ആശുപത്രിയിലാകുമെന്ന് വരെ കമന്റുകൾ വന്നിട്ടുണ്ട്. അതിനിടയിൽ മലയാളിയായ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന രൺവീർ സിംഗിന്റെ ശക്തിമാൻ എന്ന സിനിമ 2025 റിലീസാവുമെന്ന വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ താൻ അവതരിപ്പിച്ച കഥാപാത്രത്തോട് രൺവീർ സിംഗിന് നീതി പുലർത്താൻ കഴിയില്ലെന്നാണ് മുകേഷ് ഖന്ന പറയുന്നത്. കഥാപാത്രത്തിന് ആവശ്യമായ ഭാവങ്ങളൊന്നും തന്നെ രൺവീറിന്റെ മുഖത്ത് വരുന്നില്ല. ശക്തിമാൻ കഥാപാത്രത്തിലേക്ക് രൺവീർ ഒരിക്കലും നല്ല ചോയ്സ് അല്ലെന്നും മുകേഷ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സിനിമാ വാർത്തകൾക്കിടെയാണ് പരമ്പര തിരിച്ചു വന്ന സൂചനകളുമായി മുകേഷ് തന്നെ നേരിട്ട് തിരിക്കുന്നത്. 90കളിൽ ആളുകൾക്ക് ആവേശം പകർന്ന സൂപ്പർ ഹീറോ പരമ്പരയാണ് ഈ ശക്തിമാൻ. ഏറ്റവും ജനപ്രീതി ആർജിച്ച പരമ്പരകളിലൊന്നായ ഇത് 1997 ദൂരദർശനിലാണ് സംപ്രേഷണം ചെയ്തു തുടങ്ങുന്നത്. പരമ്പര നിർമ്മിച്ചതും നായകനായതും ഇതേ മുകേഷ് ഖന്ന തന്നെയാണ്. 450 എപ്പിസോഡുകൾക്ക് ശേഷം 2005 പരിപാടി അവസാനിപ്പിക്കുന്നത്. ആ കാലത്തെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഇത്. ധ്യാനത്തിലൂടെ അമാനുഷിക ശക്തി ലഭിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് കേന്ദ്ര കഥാപാത്രം. ചുവപ്പും സ്വർണ്ണ നിറവും ചേർന്ന പ്രത്യേകതരം വസ്ത്രമാണ് ശക്തിമാന്റെ പ്രത്യേകത. മുകേഷിനും തന്റെ കരിയറിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിക്കൊടുക്കാൻ ശക്തിമാൻ കഴിഞ്ഞിട്ടുണ്ട്. ദിവസവും ആയിരക്കണക്കിന് കത്തുകളായിരുന്നു അന്ന് അദ്ദേഹത്തെ തേടിയെത്തിയത്. പരിപാടിയുടെ സ്വീകാര്യത കാരണം അത് പല ഭാഷകളിലേക്കും ഡബ്ബ് ചെയ്യപ്പെട്ടു. മലയാളിയുടെ വീട്ടിൽ TV വന്നു തുടങ്ങിയ കാലഘട്ടം കൂടിയാണ്. അമാനുഷിക കഥയ്ക്ക് വലിയ രീതിയിൽ പ്രചാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകന്റെ അത്തരം താല്പര്യങ്ങളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ശക്തിമാൻ വിജയക്കുതിപ്പ് തുടർന്നത്. ബോളിവുഡ് സിനിമയിലൂടെയാണ് മുകേഷ് ഖന്ന അഭിനയത്തിലേക്ക് കടന്നു വന്നതെങ്കിലും മിനിസ്ക്രീനിൽ തന്റേതായ ഒരിടം കണ്ടെത്തുന്നത് അദ്ദേഹം സീരിയലിലൂടെയാണ്. റൂഹി എന്ന ബോളിവുഡ് സിനിമയിലൂടെയാണ് മുകേഷ് അഭിനയത്തിലേക്ക് കടക്കുന്നത്. ഹിന്ദി, തെലുങ്ക്, മറാത്തി ഭാഷകളിലായി കുറേ സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഭാവം കൊണ്ടും രൂപം കൊണ്ടും സംസാരം കൊണ്ടുമൊക്കെ അമിതാഭ് ബച്ചനെ അനുകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന വിമർശനങ്ങളും കലാരംഗത്ത് നിന്നും ഏറ്റുവാങ്ങേണ്ടതായി വന്നു. ഇതെല്ലാം അദ്ദേഹത്തെ സാരമായി ബാധിച്ചുവെങ്കിലും ആഗ്രഹം ഉപേക്ഷിച്ച് മൂലയിൽ ഒതുങ്ങി കൂടാൻ അദ്ദേഹം തയ്യാറായതേയില്ല. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത മഹാഭാരത് എന്ന പരമ്പരയിൽ ഭീഷ്മൻ എന്ന കഥാപാത്രത്തെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. പിന്നാലെ കുറേ അവസരങ്ങളെത്തി. ചന്ദ്രകാന്ത, യുഗ്, മഹായോധ, ശക്തിമാൻ അങ്ങനെ എത്തിയതോടെ മുകേഷിന്റെ പ്രശസ്തി അനുദിനം കുതിച്ചുയർന്നു. അതിനിടയിലും തന്റെ ഇഷ്ടമേഖലയായ സിനിമയിലും ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ചിത്രമായ രാജാതിരാജയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ഈ കഥാപാത്രത്തിലൂടെ തന്നെയാണ്. 1997 ദൂരദർശനിൽ ആരംഭിച്ച ശക്തിമാൻ സീരിയൽ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം കൂടിയാണ്. ശക്തിമാൻ ഇന്ത്യയുടെ ആദ്യത്തെ ടെലിവിഷൻ സൂപ്പർ ഹീറോയായിരുന്നു. ശക്തിമാൻ സീരിയൽ ഇന്ത്യൻ ടെലിവിഷൻ സൂപ്പർ ഹീറോ സിനിമയുടെ തുടക്ക കാലഘട്ടം കൂടിയാണ്. ഇത് പിന്നീട് നിരവധി സൂപ്പർ ഹീറോ ചിത്രങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തു. ഇന്നും പല തലമുറകളുടെയും ഹൃദയങ്ങളിൽ ജീവിക്കുന്ന കഥാപാത്രം കൂടിയാണ് നമ്മുടെ ശക്തിമാൻ. നിങ്ങൾക്ക് ശക്തിമാനെ ഓർമ്മയുണ്ടോ എന്ന് തന്നെയായാലും കമന്റ് ചെയ്യണേ. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.